Hello, good afternoon. Hello. Good afternoon, ma'am. Good Yes. afternoon, ma'am. Good afternoon. Okay, നമ്മള് കഴിഞ്ഞ ദിവസം നിർത്തിയ സ്ഥലത്ത് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. വളരെ കുറച്ച് പിള്ളേർ, ഇത്രയും പിള്ളേരുള്ളോ? 8 പേരാണല്ലോ ആകെയുള്ളത്. 6 പേരാണുള്ളത്. 2 ഒന്ന് ഞാനും ഒന്ന് ഈ പ്രസന്റേഷനുമാണ്. ഇത്രയും കുറവ് പിള്ളേരാണോ ക്ലാസ്സിൽ വരുന്നത്? 2 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തതാ. അത്രയും സ്ട്രെങ്ത് കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തത്. പക്ഷെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്കിപ്പോ മനസ്സിലായി. കാരണം വെയിറ്റ് ചെയ്താൽ നമ്മുടെ സമയം വെറുതെ നഷ്ടമാണ്. ആൻഡ് ഓഫ് നോ യൂസ്. സമയം വെറുതെ 2 മിനിറ്റ് കളഞ്ഞത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്നാണ് തോന്നുന്നത്, അല്ലെ? ഓക്കെ, വട്ടവ നമുക്ക് എവിടെയാണ് പഠിച്ചു നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിർത്തിയേക്കണെന്ന് പറയാമോ ആരെങ്കിലും? ഇന്റർവ്യൂ ആണ് എടുക്കാൻ. യെസ്, ഇന്റർവ്യൂ ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ എന്ന, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താ പറയാ, ഈ ഓരോ നമ്മളുടെ എംപ്ലോയീസിന്റെ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും അതിനകത്ത് കൂടുതലും കാര്യങ്ങൾ പറയുന്നത് എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ, വർക്ക് ഫോഴ്സ്, മാൻ പവർ, ഇവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് നമ്മളുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പറഞ്ഞപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എങ്ങനെയൊക്കെയാണ് ഓരോ ആളുകളും അവരവരുടെ ജോലി എങ്ങനെ ചെയ്യുന്നു, അത് ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഓൺ ദ യൂസ് ഓഫ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ ആ രീതിയിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ടെസ്റ്റുകൾ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, അല്ലെ? നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഇന്റർവ്യൂ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതൊരു എന്താ പറയാ, ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ആസ്ക് ടു ഓർ മോർ പേഴ്സൺസ്, അതായത് നമ്മളുടെ എന്താ പറയാ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ അധികം ആളുകളെ അല്ലെങ്കിൽ കുറെ ആളുകൾ കൂടി കുറച്ചധികം 2 or more പേഴ്സൺസ്, 2 or അതിലധികം ആളുകളൊക്കെ ചേർന്നിട്ട് ഒരു ഇൻഡിവിജ്വലിനൊക്കെ കുറെ ഒഫീഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എന്ത് ചെയ്യുക, അവരെ അസസ് ചെയ്യുന്ന രീതി, അവരെ വിലയിരുത്താൻ വേണ്ടിയിട്ട് അവരുടെ പല കാര്യങ്ങളും ഇൻഫോർമേഷൻസ് ചോദിച്ചേർന്ന് അവരുടെ പല കാര്യങ്ങളും, പല എന്താ പറയുക, ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ആയിരിക്കാം, അവരുടെ ക്വാളിറ്റി ആയിരിക്കാം, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചൊരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളോ ചേർന്നിട്ട് ഒരു പേഴ്സണെ ആകാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ആകാം എന്ത് ചെയ്യുന്നത്, ഒരു ഒഫീഷ്യൽ ആയിട്ട് അവരെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ഇതൊരു സെലക്ഷൻ ടൂൾ ആണ്. സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരാളെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ഒരു ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യാനുള്ള ഒരു ഉപാധി, ഒരു ടൂൾ ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സെലക്ട് ചെയ്യാനുള്ള ഒരു ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇന്റർവ്യൂവിന്. അല്ലെങ്കിൽ ഇന്റർവ്യൂ ഈസ് ആൻ ഒഫീഷ്യൽ മീറ്റിംഗ്, അതൊരു ഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. ഇൻ വിച്ച് വേർ one or more persons ask questions to assess that individual, അല്ലെങ്കിൽ to assess that another person, മറ്റുള്ള ഒരാളെ അസസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 or അതിലധികം ആളുകൾ ഒക്കെ ചേർന്നിട്ട് നടത്തുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകളായിരിക്കും ഒരു ഫോർമൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് വിളിക്കാം. ഇനി അതെന്ന് പറയുന്നത്, ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ഇതൊരു കോംപ്ലക്സ് സെലക്ഷൻ ടെക്നിക്കാണ്. ഇച്ചിരി ബുദ്ധിമുട്ടേറിയ സെലക്ഷൻ ടെക്നിക്കാണ്. ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാവ് ടു മെഷർ ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഒരു കാൻഡിഡേറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സവിശേഷതകളും അവർക്ക് മനസ്സിലാക്കണം. ആരെ തന്റെ മുന്നിലിരിക്കുന്ന ആളെ വിലയിരുത്തി. അപ്പൊ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? ഇന്റർവ്യൂയി എന്ന് പറയുന്ന ആളെ നമ്മൾ കാൻഡിഡേറ്റിനെ നമ്മൾ മുന്നിലിരുത്തി അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതോടൊപ്പം അവരുടെ ആ ഒരു കേപ്പബിലിറ്റീസ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇതൊക്കെ ആ ആപ്ലിക്കന്റിൽ നിന്ന് അല്ലെങ്കിൽ കാൻഡിഡേറ്റിൽ നിന്ന് കളക്ട് ചെയ്യുക. അതുകൂടിയാണ് ഏത് ഇന്റർവ്യൂ എന്ന് പറയുന്ന ടാസ്ക്. സോ അത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഒരു കോംപ്ലക്സ് നേച്ചറിലുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. വീണ്ടും ഇന്റർവ്യൂ മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂ ഈസ് ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ടെക്നിക് which enables the employer to view the total individual and directly appraise him and his behavior. അതായത് ഒരു എംപ്ലോയർ
തനിക്ക് വേണ്ട ഒരു കാൻഡിഡേറ്റിനെ ഒരു ജോലിക്കായിട്ട് ഒരു വേക്കൻസിയിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ കുറിച്ചിട്ടുള്ള ഒരു മൊത്തത്തില് ടോട്ടൽ ഇൻഡിവിജ്വൽ ആണ്, മൊത്തത്തിലുള്ള ആ വ്യക്തിയുടെ എന്താ പറയാ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ റെക്കോർഡ് ചെയ്തു നോക്കിയതല്ല, അതൊക്കെ ബിഹേവിയർ എന്താണെന്ന് വീക്ഷിക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ചില എന്താ പറയാ അപ്രൈസൽസ്, അവർക്ക് വേണ്ട ചില പുകഴ്ത്തലുകൾ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ ഇൻസ്പിറേഷൻസ് ഒക്കെ കൊടുക്കുക ആ ഒരു ഇന്റർവ്യൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂ വരുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഒരു സെലക്ഷൻ ടൂൾ ആണെന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഇന്റർവ്യൂവിന് ദേ കളക്ട്സ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദാറ്റ് കാൻഡിഡേറ്റ്. ആ കാൻഡിഡേറ്റിൽ നിന്ന് പരമാവധി കിട്ടേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇന്റർവ്യൂയിലൂടെ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് തന്റെ ആ ഒരു ജോലിക്ക് ഏത് ജോലിയിലേക്കാണോ നമുക്ക് ആളെ അപ്പോയിന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യേണ്ടത്, അതിന്റെ ബേസിസിൽ they have to collect all the information, maximum informations കളക്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എത്രത്തോളം യോജിച്ച ആളാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ ഇന്റർവ്യൂ നടത്തി തന്നെയാണ്. ഇപ്പൊ പലതരത്തിലുള്ള റിട്ടൺ എക്സാംസ് ഉണ്ടായിരിക്കും, മറ്റേതെങ്കിലും തരത്തിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പ്രൊസീജിയർ ആണ്, സെലക്ട് ചെയ്യുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക അല്ലെ. അപ്പൊ ആ ഇന്റർവ്യൂസിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക ആ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച്. നമ്മൾ ജോലിയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഓർഗനൈസേഷനും അതോടൊപ്പം തന്നെ ആ എംപ്ലോയിക്കും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എല്ലാം ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക കൂടിയാണ് നമ്മളുടെ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ടാസ്ക്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഇന്റർവ്യൂ എന്ന് പറയുന്ന ഹെഡിങ്ങിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത പാരഗ്രാഫിൽ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെലക്ഷൻ ടൂൾ ഈസ് പ്രോബബ്ലി ദ ഇന്റർവ്യൂ. സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ഏത് തന്നെയാണ്? നമ്മുടെ ഇന്റർവ്യൂ ആണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടുത്തത് അണ്ടർലൈൻ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫ് ഇന്റർവ്യൂസ് ഡിഫൈൻഡ് ആസ് ഡെഫിനിഷൻ ഹിസ് ബിഹേവിയർ വരെയുള്ള ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി an interview attempts to secure a maximum amount of information from the candidate എന്നുള്ള സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. മനസ്സിലായോ? അടുത്ത ഭാഗത്തേക്ക് പോകാം. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ. ഇനി ഈ പറയുന്ന ഇന്റർവ്യൂ നമ്മൾ വിചാരിക്കും ഇന്റർവ്യൂ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ മാത്രമാണോ ഉള്ളത്? നോ, there are different types of interview. ഇന്റർവ്യൂ പല രീതിയിലുണ്ട്. ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള ഇന്റർവ്യൂസ് ആണ് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ടും 6 രീതിയിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട് കേട്ടോ നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിനെ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്നും പേര് നിർത്തും കേട്ടോ. പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ്, ഈ 3 പേരും ഒരു ഇന്റർവ്യൂവിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അവർക്ക് പേര് പറയുമ്പോൾ. അപ്പൊ ഏതൊക്കെയാണ്? പാറ്റേൺ, സ്ട്രക്ചേർഡ് ഓർ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ, 3 പേരുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആണ് ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയാൻ കാരണം, ബിക്കോസ് ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് ഇന്റർവ്യൂ. നേരത്തെ കൂട്ടി ഇതിന് എന്താ പറയുക, ഇതിന്റെ അക്യുറസി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രിസിഷൻ, എത്രത്തോളം ഏത് ലെങ്ത്തിൽ വരെ ഈ ഒരു ഇന്റർവ്യൂ കൊണ്ടുപോകണം, അതും അതുപോലെ ഇതിന്റെ അക്യുറസി എന്ന് വെച്ചാൽ എത്രത്തോളം കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കളക്ട് ചെയ്തത്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നേരത്തെ കൂട്ടി ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ക്വസ്റ്റ്യനയറോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ അവർ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അത് വെച്ചിട്ട് തന്നെയാണ് മുമ്പിലിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യാം. അതിന് പ്ലാനിംഗ് ഉണ്ട്. എന്തൊക്കെ ചോദിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് അവരിൽ നമുക്ക് അറിയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നു. ആൻഡ് ഓൾസോ അപ് ടു വാട്ട് ലെങ്ത് ഓഫ് ടൈം ഇറ്റ് ഷുഡ് ക്യാരി ഓൺ. ആ ഒരു ഇന്റർവ്യൂ നമ്മൾ ഏത് സമയം വരെ ക്യാരി ഓൺ ചെയ്യണം, ഒരു പ്രിസൈസ് ആയിട്ടുള്ള അതിനുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കാം. അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു പാറ്റേൺ ഉണ്ട് അതിന്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുക? പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഓർ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഒന്നാമത്തെ ഇന്റർവ്യൂ മനസ്സിലായോ? അതായത് ചോദ്യകർത്താവ് എന്ത് ചെയ്യുന്നു, ആരാണോ കാൻഡിഡേറ്റ് തന്റെ മുന്നിലിരിക്കുന്ന കാൻഡിഡേറ്റിനോട് ചോദിക്കാൻ വേണ്ട
കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. സോ അതിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്ത സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അപ്പൊ ചിലപ്പോൾ ഒരു കാൻഡിഡേറ്റിന് വേണ്ടി ചിലപ്പോൾ 10 മിനിറ്റ് ആകാം, അല്ലെങ്കിൽ 15 മിനിറ്റ് ആകാം, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ആകാം. അത് അവർ നേരത്തെ തീരുമാനിക്കും. സോ ആ തീരുമാനത്തിൽ അവർക്ക് തന്നെ അറിയാൻ പറ്റും എത്ര കാൻഡിഡേറ്റ്സിന് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പൊ വലിയ വലിയ ഓർഗനൈസേഷനിൽ ഒരുമിച്ച് ഒരു എന്താ പറയാ ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ അവർക്ക് ഒഴിവുകൾ വരുമ്പോൾ ചിലപ്പോൾ കുറെ കാൻഡിഡേറ്റ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടാവും. അപ്പൊ എന്ത് ചെയ്യും, അവരിൽ നിന്ന് നമുക്ക് സെലക്ഷൻസ് നടത്താൻ വേണ്ടി അറ്റ് എ ടൈം ചിലപ്പോൾ 10ഓ എന്താ പറയാ 20ഓ അല്ലെങ്കിൽ 50ഓ ആളുകളെ ഇന്റർവ്യൂ ചെയ്യേണ്ടി വരും ഓൺ എ ഡേ ഇറ്റ്സെൽഫ്. അതെ, ഒരു ദിവസം തന്നെ. അപ്പൊ അതനുസരിച്ച് അവർക്ക് അവര് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഓരോ സമയം ഓരോ കാൻഡിഡേറ്റ്സ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഒരു പ്രിസൈസ്ഡ് ഫോർമാറ്റില് അക്യുറസിനെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രീ പ്ലാൻ ചെയ്തിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തയ്യാറാക്കി അത് പ്ലാൻ ചെയ്ത് വെക്കുന്നു. അതിനെയാണ് നമ്മള് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? മൗനം സമ്മതമായിട്ട് ഞാനിപ്പോ എടുക്കേണ്ടി വരും. ഇടയ്ക്ക് ചോദിക്കുമ്പോൾ ഒന്ന് വേഗം റിയാക്ട് ചെയ്യാൻ, നിങ്ങൾ വീണ്ടും റിയാക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി എടുത്ത് പറയേണ്ടി വന്നത്. നെക്സ്റ്റ് വൺ നോൺ ഡയറക്റ്റീവ് ഓർ ഫ്രീ ഇന്റർവ്യൂ ആണ്. അടുത്തതില് അവിടെ പേരൊന്നും ആലോചിക്കുക, പേര് സൂചിപ്പിക്കുന്നത് പോലെ അതിനുള്ള എക്സ്പ്ലനേഷൻസ് അവിടെ തന്നെ അതിന്റെ ഉള്ളിലുണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, ഇവിടെ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി സ്ട്രക്ചർ ഓർ പാറ്റേൺ. ഈ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുക, ഇവർ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും തയ്യാറാക്കി വെക്കുന്നില്ല. ഒരു പ്രീ പ്ലാൻഡ് ഫോർമാറ്റിലല്ല, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലല്ല ഇത്തരം ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുന്നറിയോ, വെൻ ദ ആപ്ലിക്കന്റ് ഈസ് ഇൻ ഫ്രണ്ട്, അതായത് ഇന്റർവ്യൂ പാനലിന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഇന്റർവ്യൂവറിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ ആപ്ലിക്കന്റിന് ജനറൽ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ വന്നിരിക്കുമ്പോൾ കുറെ പൊതുവായ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചിലപ്പോൾ ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം കാൻഡിഡേറ്റിന്റെ, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല പൊതുവായ ചില കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കും. ആൻഡ് അക്കോർഡിംഗ് ടു ദ റിപ്ലൈ ഓഫ് ദ കാൻഡിഡേറ്റ്, ആ കാൻഡിഡേറ്റ് കുറെ ചോദ്യങ്ങൾക്ക് അങ്ങനെ ഉത്തരം പറയും. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന്റെ ബേസിസിൽ കൺസിഡർ ആസ് എ ലെങ്ത് ഓഫ് ടൈം, ചിലപ്പോൾ അതിന് കൂടുതൽ സമയം ചിലപ്പോൾ അവർ ഉപയോഗിക്കേണ്ടി വരും, കരുതേണ്ടി വരും. ചില പർട്ടിക്കുലർ കാൻഡിഡേറ്റ്സിനോട് വേഗം വേഗം ചോദ്യം ചോദിക്കുന്നു, ചിലപ്പോൾ അത് അധികം സമയം എടുക്കില്ല. അതേസമയം ചിലപ്പോൾ മറ്റൊരു വരുന്ന കാൻഡിഡേറ്റിനോട് അവർ പറയുന്ന ഉത്തരവിനനുസരിച്ച് വീണ്ടും അതിനെ ബേസ് ചെയ്ത് വീണ്ടും അതിനെ കണക്ട് ചെയ്ത് വേറൊരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ അത് കൺസിഡറബിൾ ലെങ്ത് ഓഫ് ടൈം എടുക്കും ചില കാൻഡിഡേറ്റ്സിന്. അത് വെച്ചാൽ ഒരു സ്ഥിരമായ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ടൈം അല്ല ഓരോ കാൻഡിഡേറ്റിന് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചുരുക്കം. ക്ലിയർ ആയോ? ഫ്രീ ഇന്റർവ്യൂല് എന്താണ്, ഇതിൽ കുറെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്റർവ്യൂവർ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കാം. ആൻഡ് ബേസ്ഡ് ഓൺ ദ റിപ്ലൈ, കൊടുക്കുന്ന റിപ്ലൈയുടെ ബേസിസിൽ എന്താ പറയാ, ഇന്റർവ്യൂ can ask different questions. ആൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ബന്ധപ്പെട്ട് വേറെ ചോദ്യം ചോദിക്കാം. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ എന്റെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മേഖല ചോദ്യം ചെയ്യപ്പെടുമ്പോ അപ്പൊ ഞാൻ അതിന് ഉത്തരം കൊടുക്കും. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും അതിനോട്, അതിന്റെ ആൻസേഴ്സ് ഒക്കെ പറയാം. അപ്പൊ അവരെന്ത് ചെയ്യും, കുറച്ചുകൂടി അത് ബേസ് ചെയ്ത് വീണ്ടും ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പൊ അത് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കും അത് കേൾക്കാനും അതോടൊപ്പം തന്നെ ഈ മുമ്പിലിരിക്കുന്ന കാൻഡിഡേറ്റിനെ നമ്മൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കാത്ത രീതിയിൽ കുറച്ചൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഇഷ്ടമുള്ള എന്താ പറയാ താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ചില ലെങ്ത് ഓഫ് ടൈം എന്ന് പറയുന്നത് അവിടെ ചിലപ്പോൾ ഉപയോഗിക്കുന്ന സമയം, ഒരു കാൻഡിഡേറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയം എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ അതങ്ങനെ നീണ്ടുപോകും, ചിലത് വളരെ ചുരുങ്ങിയ സമയത്തിൽ കഴിയും. ഓക്കെ, അതാണ് ഫ്രീ ഇന്റർവ്യൂ അല്ലെങ്കിൽ നോൺ ഡയറക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്നാണ് അതിന്റെ പേര്. ക്ലിയർ ആയോ? രണ്ടാമത്തെ തേർഡ് വൺ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ ആണ്. ഇവിടെ ഒരു സെമി സ്ട്രക്ചേർഡ് ആണ് എന്ന് വെച്ചാൽ പാറ്റേൺഡ് ഇന്റർവ്യൂടെയും നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂടെയും ഒരു എന്താ പറയാ ഒരു രണ്ടിന്റെയും കൂടി ഒരു സെമി ആയിട്ടുള്ള പകുതി ഭാഗം പോലെയൊക്കെയാണ് ഇരിക്കുക. ദാറ്റ് മീൻസ് അവിടെ നമ്മളുടെ എന്താ പറയാ ചില ടിപ്പിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് സബ്ജക്ട്സിനെ കുറിച്ചിട്ട് കാൻഡിഡേറ്റിനോട് സംസാരിക്കും, ഡിസ്കസ് ചെയ്യും. അതിന്റെ ബേസിസിൽ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതോടൊപ്പം തന്നെ അവരുടെ ലൈഫ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഓരോരുത്തരുടെ മനോഭാവങ്ങൾ, ചിലപ്പോ അവരുടെ ഹോബീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വിഷയങ്ങളിലേക്ക് കൂടി എന്ത് ചെയ്യും, ഇന്റർവ്യൂവിന്റെ ആ രീതി നീങ്ങിപ്പോകും അല്ലെങ്കിൽ നീണ്ടുപോകും. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങള് അതോടൊപ്പം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് കുറച്ച് എന്തെങ്കിലും ടിപ്പിക്കൽ സബ്ജക്ട് ഇന്റർവ്യൂ വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതുകൂടാതെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ മറ്റ് കാര്യങ്ങൾ, അവരുടെ ലൈഫ്, അവരുടെ പ്രീവിയസ് എക്സാംസോ
സോറി പ്രീവിയസ് ആയിട്ടുള്ള ജോലികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ അത് അവരുടെ ഹോബീസ്, ഇൻട്രസ്റ്റ് ഇതും കൂടി എടുത്ത് ചോദിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു ഫോർമാറ്റാണ്. ഇതിന്റെ ഒന്നാമത്തെ ഇന്റർവ്യൂ മെത്തേഡിന്റെയും രണ്ടാമത്തെ മെത്തേഡിന്റെയും കൂടി ഒരു എന്താ പറയുക മിക്സ്ചർ ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂന്. ക്ലിയർ ആയോ? മൂന്നാമത്തെ മനസ്സിലായോ? ഓരോ ഇന്റർവ്യൂവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് അണ്ടർലൈൻ ഒന്നും ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾ തന്നെ ഓരോന്നിനെ കണക്ട് ചെയ്ത് പഠിക്കുക. ആദ്യത്തെ പാറ്റേണിന്റെ എല്ലാം എന്താ ഓർത്തിരിക്കേണ്ടത്? pre-planned to a high degree of accuracy and precision. അത് ഓർത്താൽ മതി. പ്രീപ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഗ്രി ഓഫ് ആക്യുറസി വളരെ അധികം വേണമെന്ന് ആഗ്രഹിച്ച് എന്താ പറയാ സമയത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഇന്റർവ്യൂ ആണ്. ഒന്നാമത്തെ പാറ്റേൺഡ്, സ്ട്രക്ചേർഡ് ഓർ സ്റ്റാൻഡർഡൈസ്ഡ്. ഇതിന്റെ 3 പേരുകളും വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. രണ്ടാമത്തേത് ഫ്രീ ഇന്റർവ്യൂ ആണ്. ഇവിടെ ഒരു പ്രീപ്ലാൻഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കാര്യങ്ങളൊന്നുമില്ല. നോൺ പ്ലാൻഡ് ആയിട്ടുള്ള കുറെ ഫോർമാറ്റിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആൻഡ് അതിന്റെ കൺസിഡറബിൾ ലെങ്ത് ഓഫ് ടൈം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കൂടുതൽ വിശേഷങ്ങൾ ചിലപ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വരുമ്പോൾ ആ ഉത്തരത്തെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്ലാനിങ് ഇല്ലാത്ത ഒരു ഇന്റർവ്യൂ ആണ്. അടുത്ത ഡെപ്ത് ഓഫ് ആക്ഷൻ ഇന്റർവ്യൂ ഒരു സെമി സ്ട്രക്ചേർഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഫസ്റ്റ് മെത്തേഡിന്റെയും സെക്കൻഡ് മെത്തേഡിന്റെയും ഒരു മിക്സ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇന്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കാൻഡിഡേറ്റ്സിന് ഒരു ടിപ്പിക്കൽ സബ്ജക്ട് അതുപോലെ തന്നെ അതും ബേസ് ചെയ്ത് ചോദിക്കും. കൂടാതെ ആളുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ആളുടെ ഇൻട്രസ്റ്റ്, ഹോബീസ്, മറ്റ് എന്റർടൈനിങ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ ആണ്. ഇവിടെ എന്താണെന്ന് അറിയാമോ? എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ഇന്റർവ്യൂഡ്. ഇവിടെ എന്താ പറയാ ഒരു ഇൻഡിവിജ്വലിനെ അല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാം. എന്റെ മുന്നിൽ ഒരാളല്ല, ഒന്നിൽ കൂടുതലൊക്കെ ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ 4 പേരുണ്ടാവാം, 5 പേരുണ്ടാകാം, 6 പേരുണ്ടാകാം, ചിലപ്പോൾ 2 പേര്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനോടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ എനി വൺ ഓഫ് ദം ക്യാൻ ആൻസർ. റിപ്ലൈ തരുന്നത് ആർക്ക് വേണമെങ്കിലും ഒക്കെ ആകാം. അവർക്ക് പരസ്പരം ഡിസ്കസ് ചെയ്ത് ആൻസർ പറയാം എന്നുള്ളതൊക്കെ അതിന്റെ പ്രത്യേകതയാണ്. മനസ്സിലായോ? ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്താണെന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ കുറെ നേരം പറഞ്ഞിങ്ങനെ ബുദ്ധിപ്പിക്കണം പോലെ ചിലപ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ എന്താണ്? പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. ഇവിടെ എന്താണെന്ന് അറിയാമോ? നേരത്തെ തൊട്ട് മുന്നിൽ പറഞ്ഞു ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂല് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവർ മുമ്പിലിരിക്കുന്ന ഒന്നിലധികം കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. നേരെ തിരിച്ചാണ് ഏതില്? പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂല്. അങ്ങനെ അതെന്താ പറയാ? ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ ഗണത്തിൽ കുറച്ചധികം പേരുണ്ടായിരിക്കും. ചിലപ്പോൾ 2 ആളാകാം, 3 ആളാകാം, 4 ആളാകാം, 5 പേരൊക്കെ ആകാം. ഓക്കെ. അങ്ങനെ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ് കൂടുതലും നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഒരാളും. മനസ്സിലായി? മുമ്പിലിരിക്കുന്ന ഒരാളായിരിക്കും. ഇപ്പൊ ഈ ഹോസ്പിറ്റൽസിലൊക്കെ ഇല്ലേ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് നടക്കും. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏതെങ്കിലും ഒരാളെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴില്ലേ അപ്പൊ ഓരോ എന്താ പറയുക ഇന്റർവ്യൂ പാനലില് ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇത് നമ്മുടെ HA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഉണ്ടാകാം. ചിലപ്പോൾ നല്ല എംപ്ലോയീസിനെയൊക്കെ സെലക്ട് ചെയ്യുന്നതിന്റെ റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ മെയിൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് HR മാനേജർ ഉണ്ടായിരിക്കാം. പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഈ ആളെ നമ്മൾ നിയോഗിക്കാൻ പോണേ, അതുകൊണ്ട് ആ ഒരാള് എന്താ പറയുക ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടാകും. അപ്പൊ തന്നെ എത്ര പേരായി? 3 പേരായില്ലേ? ഈ 3 പേരും കൂടി ഇരുന്നിട്ട് ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അത് ആ ഒരു ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്യാൻ പാനൽ മെമ്പേഴ്സ് എത്ര പേരൊക്കെ വേണം എന്നുള്ളത് PG-യിൽ എടുക്കുന്നവർക്ക് അത് കുറച്ചുകൂടി എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറുണ്ട്. PG-യിൽ ഈ HRM തന്നെ വേറെ ഉണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ സ്റ്റഡി ഉണ്ട്. ഇവിടെ നമുക്ക് ഇതല്ല. ഇവിടെ നിങ്ങൾ ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്പർ ഓഫ് എന്താ പറയാ ഇന്റർവ്യൂസ് കൂടുതലായിരിക്കും. ഇതില് ഗ്രൂപ്പ് അല്ലെങ്കിൽ പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂല് പാനൽ മെമ്പേഴ്സ് അധികം ആളുകള് ഒന്നോ അധികം കൂടുതലൊക്കെ ആളുകൾ ഇരുന്നിട്ടായിരിക്കും ഒരു ഇൻഡിവിജ്വലിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ വിളിക്കുക പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂവും പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂവും തമ്മിൽ കൂട്ടിക്കൊണ്ടത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സ്ട്രെസ് ഇന്റർവ്യൂ. ആ വാക്ക് തന്നെ ഓർക്കുക, സ്ട്രെസ് ഇന്റർവ്യൂ ആണ്. ഇവിടെ സ്ട്രെസ് കൊടുക്കുകയാണ്. ആർക്കായിരിക്കും സ്ട്രെസ് കൊടുക്കണം? ഇന്റർവ്യൂവർക്കാണോ കാൻഡിഡേറ്റിനായിരിക്കുമോ? ആർക്കായിരിക്കും? ഇന്റർവ്യൂവർക്കല്ല, കാൻഡിഡേറ്റിനാണ് സ്ട്രെസ് കൊടുക്കുക. എന്ന് വെച്ചാൽ അത് ഒരു അൺഫ്രണ്ട്ലി മാനറിൽ ചോദ്യങ്ങൾ ചോദിക്കും.
എന്നുവെച്ചാൽ ഒരു എന്താ പറയാ മനുഷ്യൻ പറ്റില്ലാത്ത എന്നൊക്കെ നമുക്ക് പറയില്ലേ, അതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും ഇന്റർവ്യൂവർ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുക. ഡെലിബറേറ്റ്ലി ആണ് എന്ന് വെച്ചാൽ മനഃപൂർവ്വം ചോദിക്കുന്നത് അങ്ങനെ. എന്തിന് കാൻഡിഡേറ്റ്സിനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കാൻഡിഡേറ്റ്സിനോട് വളരെ മനഃപൂർവ്വം തന്നെ എന്താ പറയാ അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ, അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വൈ? ഫോർ വാട്ട് പർപ്പസ്? കാരണം ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ, ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷമ പരീക്ഷിക്കുന്ന സ്ഥലം അല്ലെ. ക്ഷമ ഏറ്റവും കൂടുതൽ പേഷ്യൻസിനോട് പേഷ്യന്റ് ആയിട്ട് പെരുമാറണം. ഓക്കെ, അപ്പൊ ഏറ്റവും ക്ഷമയോടെ പെരുമാറേണ്ട ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽസ്. അപ്പോ എന്നാൽ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞ രോഗികളാണ്. രോഗികള് സമ്മിശ്ര വികാരങ്ങളോട് കൂടിയായിരിക്കും എന്ത് ചെയ്യാ ഹോസ്പിറ്റൽസിലേക്ക് വരിക അല്ലെ. സങ്കടം ഉണ്ടായിരിക്കും, നമുക്ക് രോഗങ്ങളായതുകൊണ്ട് രോഗത്തിന്റെ വേദന ഉണ്ടായിരിക്കും, ഭയങ്കരമായ മിക്സർ ഓഫ് ഫീലിങ്സുമായിട്ടാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുക. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ ആയിരിക്കും ടെൻഷൻ ഉണ്ടായിരിക്കും. ഈ പറയുന്ന സിറ്റുവേഷൻസിൽ ആ രോഗികൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല, രോഗികളുടെ കൂടെ വരുന്നവരും എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല. അപ്പൊ അത്തരം പ്രതികരണം, അതായത് ചിലപ്പോൾ ദേഷ്യപ്പെടാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോ അത്തരം സിറ്റുവേഷൻസിൽ ഹൗ വി റിയാക്ട്, നമ്മൾ ജോലിക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും ഈ പറയുന്ന ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും, നമ്മളെ ദേഷ്യപ്പിടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന രീതിയിൽ, ഇഫ് ദ പേഷ്യൻസ് ബിഹേവ്, അവർ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ വാട്ട് വി വിൽ ഡു, നമ്മൾ എന്ത് ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ആരോഗ്യം ദേഷ്യപ്പെടുമ്പോ അവിടെ മാറിയിപ്പോ, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കാണ്ട് അതൊന്ന് ഓടിപ്പോകുമോ, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ വരുമ്പോ നമ്മൾ അത് നോക്കി എന്നിട്ട് ഇവിടെ കണ്ടോണ്ടിരിക്കുമോ? അങ്ങനെയൊന്നും പറ്റില്ല. കാരണം അവിടെ എന്തും ആയിക്കോട്ടെ, പേഷ്യൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും റിയാക്ട് ചെയ്യും. പക്ഷെ അതിനെ നമ്മൾ സൗമ്യമായ രീതിയിൽ എങ്ങനെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്ത് സോൾവ് ചെയ്ത് എങ്ങനെ അവർക്ക് ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റും തന്നെ മാത്രമേ ചിന്തിക്കാനായിട്ട് ആ ഒരു ജോലിക്കാരന് പറ്റുള്ളൂ. പാടുള്ളവരെ. അതുകൊണ്ട് അത്തരം സിറ്റുവേഷൻസ് നമ്മളെങ്ങനെ ഓവർകം ചെയ്യും എന്നറിയേണ്ടത് ഇന്റർവ്യൂവറുടെ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതാണ് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഏതൊക്കെ രീതിയിലുണ്ട്. പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, രണ്ടാമത്തേത് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ, 3 ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ, 4 ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ, 5 പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ, ആൻഡ് 6ാമത്തേത് സ്ട്രെസ് ഇന്റർവ്യൂ. കേട്ടോ, ചില ഇന്റർവ്യൂസിന് 2 പേരുകളൊക്കെ ഇതുകൊണ്ട് അപ്പൊ ചിലപ്പോൾ ഓരോട്ടൊക്കെ വരും. ഏതൊക്കെയാണ് ഇന്റർവ്യൂവിന്റെ മറ്റേ പേരെന്താണ് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെയുണ്ട്. കൂടാതെ അതിനകത്ത് ഒറ്റ എന്താ പറയാ എല്ലാ ഇന്റർവ്യൂസും അതിന്റെ ഓരോ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും നമുക്ക് വെട്ടിക്കളയാനൊന്നുമില്ല. അതുകൊണ്ട് അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആണ്? സോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാണ്. വീണ്ടും നമുക്ക് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ടേംസും, അതായത് നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് കൂടി നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഒന്ന് പ്രൊമോഷൻ ആണ്. എന്താ പ്രൊമോഷൻ എന്ന് കേട്ടോ? പ്രൊമോഷൻ എന്ന് കേട്ടില്ലേ നമ്മള്? പലപ്പോഴും നമുക്ക് എന്താ പറയാ വീടുകളിലൊക്കെ നിങ്ങളുടെ കൂടെ ജോലി എന്താ പറയാ ഹസ്ബൻഡും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ജോലിക്കാവുന്നത് എനിക്ക് പ്രൊമോഷൻ ആണ്, എനിക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആണ്, അല്ലെങ്കിൽ ലീവ് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വാക്കുകളൊക്കെ ചിലപ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് ആണ് ഇന്ന് നമുക്ക് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രൊമോഷൻ. എന്താണ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ? പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം. പ്രൊമോഷൻ ഗിവ്സ് ദ എംപ്ലോയി എന്താ പറയാ പൊസിഷൻ അഹെഡ്, അല്ലെ തന്റെ നേരത്തെയുള്ള പൊസിഷനിൽ നിന്ന് കുറച്ചും കൂടി എബവ് പൊസിഷനിലേക്ക് ആളെ മാറ്റുന്നു, അല്ലെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് കുറച്ചും കൂടി ഹയർ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതൊരു കാര്യം പ്രൊമോഷനിൽ വരുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? there will be increase in salary. അപ്പോൾ എന്ത് പറ്റും? ആളുടെ സാലറിയിലും ഇൻക്രിമെന്റ് ഉണ്ടാകും, അല്ലെ തനിക്ക് കിട്ടുന്ന വരുമാനവും കൂടുന്നു. ഇത് മാത്രമല്ലോ അല്ല, അവർ സ്റ്റാറ്റസ് ഓൾസോ ബിക്കംസ് ടു ദ ഹയർ ലെവൽ. എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റാറ്റസ് കൂടി ഒന്ന് കൂടും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഒരു ആൾക്ക് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ നടക്കുന്നുണ്ട്. മനസ്സിലായോ? 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അതായത് നമുക്ക് ഹയർ പൊസിഷനിലേക്ക് പോകുന്നു, ഇൻക്രിമെന്റ് സാലറി ഉണ്ടാകുന്നു, കുറച്ചുകൂടി പ്രിഫേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റസ്. കണ്ടോ, കാഷ്യറിൽ നിന്നും മാനേജറായി മാറുക, അല്ലെ അല്ലെങ്കിൽ പ്യൂണിൽ നിന്നും ക്ലർക്കിലേക്കുള്ള മാറ്റം, സ്ഥാനക്കയറ്റം, അതൊക്കെ പ്രൊമോഷനിൽ വരുന്നതാണ്.
ഓക്കെ, UP സെക്ഷനിൽ ഉണ്ടായിരുന്ന ടീച്ചറിനെ എന്താ പറയാ ഹൈസ്കൂൾ സെക്ഷനിലേക്ക് കേൾക്കുക, അതും പ്രൊമോഷനാണ്. അപ്പൊ പ്രൊമോഷൻ ഗിവ്സ് ദ എംപ്ലോയി, പ്രൊമോഷൻ ആണ് എംപ്ലോയിക്ക് എന്ത് കൊടുക്കുന്നു? മോർ മണി, കാശ് കൂടുതൽ കൊടുക്കുന്നു, സാലറി കൊടുക്കുമ്പോൾ കാശ് കൂടുതൽ. അടുത്തത് അവർക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊമോഷൻ എന്ന് വിളിക്കുക. പ്രൊമോഷന്റെ ഒരു എന്താ പറയുക ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊമോഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി to a job which pays more money or one that carries some more preferred status. കുറച്ചുകൂടി ഉയർന്നമായ ഒരു സ്റ്റാറ്റസിലേക്ക് ഉയർത്തുന്ന പണവും അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ കിട്ടുന്ന ഒരു രീതിയിലേക്ക് ഒരു എംപ്ലോയിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് വിളിക്കുക. ഈ പ്രൊമോഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുക? ഇനി സാധാരണ എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രൊമോഷൻസ് കൊടുക്കുന്നത്, പ്രത്യേക കൺസിഡറേഷൻ ആണ് പ്രൊമോഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യൂട്യൂബ് ലെങ്ത് ഓഫ് സർവീസ്. ചില ആളുകൾക്ക് സർവീസിന്റെ ലെങ്ത് കുറച്ച് കൂടുതൽ, 10-25 വർഷമായി ഒരേ ലെവലിൽ ജോലി ചെയ്തു, ഇത്രയും വർഷമൊക്കെ ജോലി ചെയ്തില്ലേ, ആള് അവിടെ തന്നെ വീണ്ടും ആ ഓർഗനൈസേഷനിലെല്ലാം സ്റ്റിൽ ഉണ്ട്, 10-30 വർഷമായിട്ട് ഒരേ ലെവലിൽ. അപ്പൊ അങ്ങനെ ആ ലെങ്ത് ഓഫ് സർവീസിനെ മാനിച്ചിട്ട് കൊടുക്കുന്നതുണ്ട് പ്രൊമോഷൻ. പിന്നെ എന്താ, ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ആ സർവീസിൽ ഇരിക്കുന്ന കുറച്ചുകൂടി ഉയർന്ന വിദ്യാഭ്യാസം അവിടെ നിന്നുകൊണ്ട് തന്നെ നേടി, എന്ന് വെച്ചാൽ സ്കൂളിൽ പോയോ അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിച്ചിട്ടല്ല, ചില ആളുകൾ ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ നിന്ന് പഠിച്ച് വേറെയും ക്വാളിഫിക്കേഷൻസ് അതോടൊപ്പം ആഡ് ചെയ്യും. നേരത്തെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോലിയായിരുന്നു, പക്ഷെ അവിടെ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ വർദ്ധിപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു സ്ഥാനക്കയറ്റം കിട്ടും. അങ്ങനെയൊക്കെ ഇല്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാ? എല്ലാരും ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രൊമോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ. പിന്നെ എന്താണ്, പിന്നെ എന്തിന്റെ കാര്യത്തിലാണ് പിന്നെ കൊടുക്കുന്ന ട്രെയിനിങ്. ഒരു ട്രെയിനിങ്ങില് ചിലപ്പോൾ കുറച്ചുകൂടി അവരുദ്ദേശിച്ച രീതിയിലുള്ള സ്കില്ലിനേക്കാൾ കുറച്ച് കൂടുതൽ സ്കില്ല് നമ്മുടെ എന്താ പറയാ എംപ്ലോയി കാണിച്ചു വിചാരിക്കാം. അവരുടെ കഴിവ് എഫിഷ്യൻസി ഒക്കെ വർദ്ധിച്ച് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ച് ലെവൽ കൂടിയാണ് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ, ട്രെയിനിങ് കോഴ്സുകളൊക്കെ, ട്രെയിനിങ്ങിന് കുറച്ച് പീരീഡ് കൊടുത്തു, ആ ട്രെയിനിങ് പീരീഡില് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിനനുസരിച്ച് എംപ്ലോയി വളർന്നിട്ടുണ്ടെങ്കിൽ, ആൾക്കൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഡെവലപ്മെന്റ് ആളുടെ പെർഫോമൻസിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും പ്രൊമോഷൻസ്. പിന്നെ പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി നോക്കും, കഴിഞ്ഞ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ആളെ ഈ ഓർഗനൈസേഷനായിട്ട് ചെയ്തത്, ആ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദർ ആർ മെനി ഫാക്ടേഴ്സ് വിച്ച് ഗിവ് പ്രൊമോഷൻസ് ടു ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻസ് സ്ഥാനക്കയറ്റം കൊടുക്കാൻ എന്താ പറയാ ആവശ്യം വേണ്ട ചില ഘടകങ്ങൾ ഇതൊക്കെ ഏതൊക്കെയാ? ലെങ്ത് ഓഫ് സർവീസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ്, പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി എന്നീ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ കേട്ടോ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. പ്രൊമോഷൻ എന്ന് പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഈ പ്രൊമോഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് എൻ എംപ്ലോയി into the tendency, sometimes length of service, education, training was completed, previous work history, etc. The factors which give weight while deciding promotion. Promotion കണക്കിലെടുക്കുമ്പോൾ വെയിറ്റേജ് കൊടുക്കുന്ന അതിന് മുൻതൂക്കം കൊടുക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. 2 സെന്റൻസ് കേട്ടോ. ചെയ്തോ? എംപ്ലോയിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു സാധനമാണ്, ഒരു ടേമാണ് എന്താണ്? ഡിമോഷൻ. പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ. എന്താ പ്രൊമോഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളുടെ സ്റ്റാറ്റസ് കൂട്ട്, ഇൻകം കൂടും, അതോടൊപ്പം തന്നെ നമ്മളുടെ പൊസിഷനും മുകളിലേക്ക് ആകും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊമോഷൻ എന്ന് വിളിക്കുക. നേരെ തിരിച്ചു പറയാം, സ്റ്റാറ്റസ് താഴെ പോകും, സാലറി താഴെ പോകും, ലോവർ പൊസിഷനിലേക്ക് പോകും, ഉത്തരവാദിത്തം ഒക്കെ കുറയും. ഇങ്ങനെ ഇതെല്ലാം കുറയ്ക്കുന്ന ഒരു പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിമോഷൻ. ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ്, ലോവറിംഗ് ഡൗൺ ഓഫ് സാലറി, lowering down of responsibilities of an employee is called demotion. മനസ്സിലായോ എന്താണ് ഡിമോഷൻ? സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പ്രൊമോഷൻ മനസ്സിലായെങ്കിൽ ഡിമോഷൻ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് ഡിമോഷൻസ് വരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഡിമോഷൻസ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില എംപ്ലോയീസ് ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും? ഉഴപ്പ് കാണിക്കും. കൊടുക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ റെഗുലറായിട്ട് നേരെ വൈകി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ഉത്തരവാദിത്വ കുറവാണ് അതിനെ സൂചിപ്പിക്കുക. അല്ലേ?
ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്തായിരിക്കും? എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ? പങ്ക്ച്വൽ ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. സോ ഇത്തരം പങ്ക്ച്വാലിറ്റിയും പെർഫെക്റ്റ്നെസ്സും ഒക്കെ കുറയുമ്പോൾ എംപ്ലോയർ ഒരു പണിഷ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, ഒരു ചെറിയ ശിക്ഷ എന്നതുപോലെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഡിമോഷൻ. വിച്ച് മേക്സ് ദ എംപ്ലോയീസ് മോർ വിജിലൻസ്. അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ മാറി നിൽക്കുമ്പോൾ അവരെ കുറച്ചുകൂടി കൂടുതൽ വിജിലന്റ് ആകാൻ, എന്ന് വെച്ചാൽ കുറച്ച് അലേർട്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ചെറിയ ശിക്ഷ, അതിനെയാണ് നമ്മൾ ഡിമോഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഡിമോഷൻ മനസ്സിലായോ? ആ ഡിമോഷൻസിലെ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 2 സെന്റൻസേ ഉള്ളൂ ഡിമോഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കില്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്യാം. രണ്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാ? അടുത്ത മറ്റൊരു ടേമാണ് ട്രാൻസ്ഫർ. ജോലിയുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ടേമാണ് ട്രാൻസ്ഫർ. വാട്ട് യു മീൻ ബൈ ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ഓർ സെക്ഷൻ ഓർ ഡിപ്പാർട്ട്മെന്റ് ഓർ പൊസിഷൻ ടു അനദർ അറ്റ് ദ സെയിം റെസ്പോൺസിബിലിറ്റി. അതായത് ഇപ്പൊ ഒരു എംപ്ലോയിയിലെ ലാറ്ററൽ എന്താ നേരെ ഹൊറിസോണ്ടൽ നേരെയുള്ള മാറ്റമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിരുന്ന പൊസിഷനിലുള്ള ആളെ നമ്മൾ ജോലിക്ക് കയറ്റുന്നു, മനസ്സിലായത്? പ്രൊമോഷൻ ഹൈ പൊസിഷനിലേക്ക്. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിരുന്ന എംപ്ലോയിനെ നമ്മൾ താഴ്ത്തിയിടുന്നു, താഴോട്ട് തള്ളുന്നു. അതായത് മാനേജർ ക്ലർക്കായിരുന്ന ആളെ പിയോൺ പോസ്റ്റിലേക്ക് ഇടുന്നു, പിയോണിലേക്ക് ഇടുന്നു, മാറ്റിയെടുക്കും. എന്ന് വെച്ചാൽ താഴേക്കാണ് അവരുടെ ഉത്തരവാദിത്വം ഒന്നും മര്യാദയും നടത്താത്തതുകൊണ്ട് പുള്ളിക്കാരുടെ സാലറിയും കുറഞ്ഞു പോകും. അവരുടെ സ്റ്റാറ്റസ്, അതായത് പിയൂൺ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല സ്റ്റാറ്റസ് ആണ് ഒരു ക്ലർക്ക് ആവുക എന്ന് പറയുന്നത് അല്ലെ. ആ ക്ലറിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്നത് പിയൂൺ ആകുമ്പോൾ വേറെ കുറച്ചുകൂടി ലോവർ ലെവലിലേക്ക് പോയി ആ എംപ്ലോയിയുടെ സ്ഥാനം. അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ചേഞ്ച് ആണ്, നീക്കമാണ്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള എംപ്ലോയിന് അങ്ങനെയല്ല നേരെ നിൽക്കുന്നു, അതെവിടേക്ക് നിൽക്കുന്നു? മറ്റൊരു അതായത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കാം, മറ്റൊരു സ്ഥലത്തേക്ക് ആയിരിക്കാം, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ആയിരിക്കാം. എന്ന് വെച്ചാൽ അതേ കാര്യം തന്നെ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെ, പക്ഷെ വേറെ സ്ഥലത്തേക്ക് ഇടുന്നു. ഈ ഉദാഹരണം പറയാം, ഒരു ഹോസ്പിറ്റൽസില് ഇഷ്ടംപോലെ നഴ്സസ് ഉണ്ട് അല്ലെ, നഴ്സസ് ഉണ്ട്. അപ്പൊ ജനറൽ ആയിട്ട് BSc കഴിഞ്ഞവരും ഒക്കെ നഴ്സസ് തന്നെയാണ്. പക്ഷെ ഒരു നഴ്സിനെ ചിലപ്പോ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എന്താ പറയാ കഴിയുമ്പോൾ ഉള്ള ഒരു നഴ്സസിനെ ചിലപ്പോ ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നു. അവിടെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സാലറി അല്ലെങ്കിൽ പൊസിഷൻ മാറില്ല, നഴ്സ് തന്നെയാണ്, നഴ്സിംഗ് പോസ്റ്റിലേക്ക് തന്നെ. പക്ഷെ അത് ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക്, ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള നഴ്സിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് മാറ്റി ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലുള്ള നഴ്സിംഗ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയിടുന്നു. കുറച്ച് നാളത്തേക്ക് ആകാം, പെർമനന്റ് ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പൊ അത് ഉള്ള മാറ്റമാണ്. അപ്പൊ അവിടെ സാലറി മാറുന്നില്ല, അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ ചേഞ്ചസ് ഇല്ല, അതുപോലെ സ്റ്റേറ്റസും മാറുന്നില്ല. നഴ്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായോ? അതിനെയാണ് നമ്മള് ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. അപ്പൊ പ്രൊമോഷനും അല്ല, ഡിമോഷനും ഒന്നുമല്ല, അല്ലാതെയുള്ള ഒരു ചേഞ്ച് ഇൻ ജോബ്, ഒരു മൂവ്മെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു മാറ്റം. അത് ഓർഗനൈസേഷനിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആകാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഇവരുടെ സഹോദര സ്ഥാപനങ്ങൾ വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്. എറണാകുളത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റുക, സ്ഥാനം മാറ്റുക. അങ്ങനെയാണ് സ്ഥാനമാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു അച്ചീവ് സാറ്റിസ്ഫാക്ടറി ടീം വർക്ക്. അതായത് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു നല്ല ഒരു ടീം വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ചില ആൾക്കാർ ചില സ്ഥലത്ത് ജോലി ചെയ്യുകയും അവിടെ ഒരു നല്ല ടീം ഉണ്ടാക്കും. ആ ടീമിന്റെ ആ ഒരു പെർഫെക്റ്റ്നെസ്സും ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു ടീം കണ്ടിട്ട് ചിലപ്പോ ചില വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടാകാം അങ്ങനെ ഉണ്ടായിരുന്നേ. അപ്പൊ ആ ആളെ കുറച്ച് നാളത്തേക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേറൊരു സ്ഥലത്തേക്ക് എടുത്തു. കാരണം അവിടെയും കൂടി ഒരു നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതുപോലെ ടീം വർക്കുകൾ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യാം. ക്ലിയർ ആയോ? ട്രാൻസ്ഫർ മനസ്സിലായോ? ട്രാൻസ്ഫറിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം, രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത് ഫസ്റ്റും സെക്കൻഡും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഒരു ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ്, സെക്ഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓർ പൊസിഷൻ എന്നുള്ളതാണ്. അതും അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് ഇറ്റ് ജനറലി ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് പ്രൊമോഷൻ. പ്രൊമോഷൻ അല്ല, ഡിമോഷൻ അല്ല, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ജോബ് സ്റ്റാറ്റസ്, ഇതൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. അരണ്ടും ക്ലിയർ ആണല്ലോ? പറഞ്ഞോട്ടായിരുന്നത്
ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊക്കെ ഓരോ എന്താ പറയാ ടേമുകളാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള. ഇനിയും ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊന്നാണ് അപ്പൊ നമ്മള് എന്ത് ചെയ്തു, ഇന്റർവ്യൂവും സെലക്ഷനും മോട്ടിവേഷൻ പഠിച്ചില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനകത്ത് പ്രൊമോഷനും ട്രാൻസ്ഫറും അതുപോലെ ഡിമോഷനും ഒക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് അതെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അറിയില്ലാത്തവർ എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും ആൾക്കാർ അറിയില്ലാത്തുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. നെക്സ്റ്റ് വൺ മറ്റൊരു കാര്യമാണ് സെപ്പറേഷൻ. എന്താ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുക. എപ്പോഴൊക്കെ വേർതിരിക്കുന്ന കാര്യമാണ് നമുക്ക് താഴെ പറയുന്നുണ്ട്. അപ്പൊ സെപ്പറേഷൻ മീൻസ് ദ ടെർമിനേഷൻ ഓഫ് സർവീസ് എഗ്രിമെന്റ് വിത്ത് ദ ഓർഗനൈസേഷൻ ഫോർ സം റീസൺസ്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നിലവിലുള്ള ആ ഒരു സേവനം, ഒരു ഓർഗനൈസേഷനിലെ എന്തെങ്കിലും തരത്തിലുള്ള സേവനം വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ മാറ്റുക, ഇല്ലാതാക്കുക, അതിനെയാണ് നമ്മൾ സെപ്പറേഷൻ എന്ന് വിളിക്കുക. പല കാരണങ്ങൾ കൊണ്ടാകാം, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം. ഇനി എങ്ങനെയൊക്കെയാണ് ഒരു എംപ്ലോയിനെ അവിടുത്തെ പേറോളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്? വാട്ട് യു മീൻ ബൈ പേറോൾ? പേറോൾ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ പേറോളിന്? പേറോളിന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ല ആരെങ്കിലും? എനിവൺ? അതെ, സാലറി ഷീറ്റ് ആണ്. ഓക്കെ, അതാണ് കേട്ടോ. അതായത് നമ്മളുടെ ഇന്നൊക്കെ കമ്പ്യൂട്ടറിലാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക. സ്പ്രെഡ്ഷീറ്റിനകത്ത് ഓരോ ആളുകളുടെ പേരും എംപ്ലോയീസിന്റെ പേരുകൾ ലിസ്റ്റ് ചെയ്യും. ആ എംപ്ലോയീസിന് ഓരോരുത്തർക്കും കിട്ടുന്ന ബേസിക് സാലറി, പിന്നെ അതിലൂടെ PA DA അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ PFലേക്കുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അങ്ങനെ അത്, ലാസ്റ്റ് എത്രയാണ് സാലറി, ഫൈനൽ എമൗണ്ട് ഓഫ് സാലറി, ഗ്രോസ് സാലറി എത്രയാണ്, ഇതെല്ലാം ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഷീറ്റ്. ആ സാലറി ഷീറ്റ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പേറോൾ എന്ന് വിളിക്കുക. ആ പേറോളിലായിരിക്കും എല്ലാ എംപ്ലോയീസിന്റെ പേരുണ്ടായിരിക്കും. എല്ലാ എംപ്ലോയീസിന്റെ പേര് ആ റോളിലുണ്ടായിരിക്കും. ആ പേറോളിൽ നിന്ന് എപ്പോഴൊക്കെയാണ് ഒരു എംപ്ലോയി മാറ്റപ്പെടുന്നത്, അവരുടെ സേവനം വേണ്ട അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഇല്ലാതാവുന്നോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അങ്ങനെ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അത്തരം പേറോളിൽ നിന്ന് എംപ്ലോയീസിന്റെ പേരുകൾ മാറുക. സെപ്പറേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ടെർമിനേഷൻ ഓഫ് സർവീസ് ഓഫ് എഗ്രിമെന്റ് വിത്ത് ദ ഓർഗനൈസേഷൻ ഫോർ സം റീസൺസ്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഒരു ഓർഗനൈസേഷനിലുള്ള ജോലി എന്താ പറയാ ടെർമിനേറ്റ് ചെയ്യുക, ഇല്ലാതാവുക എന്നുള്ളതാണ് സെപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് റെസിഗ്നേഷൻ. എന്താ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ? റെസിഗ്നേഷൻ ഈസ് ദ വോളണ്ടറി എഗ്രിമെന്റ് ഓഫ് an employee to terminate his job or his service due to physical disability or due to ill health, അല്ലെങ്കിൽ due to better opportunities or due to some reasons of any other marriage etc. Okay, അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള ജോലി സ്വന്തമായിട്ട് സ്വമേധയ, വോളണ്ടറി എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, സ്വമേധയ. വോളണ്ടറി പുള്ളിക്കാരൻ വേണ്ടാന്ന് വെക്കുന്നു. എന്ത് കാരണങ്ങൾ കൊണ്ട്? പല കാരണങ്ങൾ. കല്യാണം ഇതുകൊണ്ടല്ല, ഇനി ഇവിടുത്തെ ജോലി വേണ്ടാന്ന് വെച്ച് വേറെ ഏതെങ്കിലും ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാരന് വേറെ ജോലി സ്ഥലത്ത് കിട്ടിയത് കൊണ്ടാകാം. അല്ലെങ്കിൽ ഈ ഹെൽത്ത്, നമുക്ക് ആരോഗ്യക്കുറവ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ, രോഗമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം. അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഡിസബിലിറ്റി, എനിക്ക് ജോലി ചെയ്യാൻ വയ്യാതായി പോയി, അതുകൊണ്ട്. ഇങ്ങനെ സ്വമേധയ എടുക്കുന്ന ഒരു തീരുമാനം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? റെസിഗ്നേഷൻ. റിസൈൻ ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? ആ സാധനം ഇത്. ഇവിടെ ആരും തല്ലി ഏൽപ്പിച്ച് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ജോലി വേണ്ടാന്ന് വെപ്പിക്കുകയല്ല ചെയ്യുക, ആളുടെ സ്വന്തം ഇഷ്ടപ്രകാരം. അതാണ് ആ വോളണ്ടറി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? റെസിഗ്നേഷൻ എന്താണെന്ന് മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യണം. സെപ്പറേഷൻസ് ഏതൊക്കെ രീതിയിലുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ ഓരോന്നിനും പ്രത്യേക ഡെഫിനിഷൻസ് ഉണ്ട്. വാട്ട് ഈസ് റെസിഗ്നേഷൻ? അടുത്തതിന് പറയുന്നത് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, പിന്നെ സസ്പെൻഷൻ, അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഒരു കാര്യം ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയില്ല, അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി പഠിക്കുക. റെസിഗ്നേഷൻ എന്താണ്? വോളണ്ടറി പുട്ട് ഇൻ, അതായത് വേണ്ട എന്ന് വെക്കുന്നു. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ടു റെഫ്യൂസ്, അത് വേണ്ടാന്ന് വെക്കുകയാണ്. എംപ്ലോയി തന്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട്, ഡിസബിലിറ്റി, ഫിസിക്കൽ ആയിട്ടുള്ള ഡിസബിലിറ്റി കൊണ്ട്, അതല്ലെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി വേറെ എവിടെയെങ്കിലും കിട്ടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡ്യൂ ടു റീസൺ ഓഫ് മാരേജ്, കല്യാണം, മാരേജ്, പെണ്ണുങ്ങളൊക്കെ അങ്ങനെ കുറച്ച് അല്ലെ. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ, കുറെയൊക്കെ മാറി. അതായത് സ്ത്രീകൾ എന്താ പറയാ, കുറച്ച് സ്ത്രീകളൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവര് ചിലപ്പോൾ കല്യാണം ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് റിസൈൻ ചെയ്തിട്ടൊക്കെ പോകും. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല, കുറച്ച് ലീവൊക്കെ മാത്രം എടുത്താൽ മതി. കാരണം ജോലി നമുക്ക് അതൊരു നെസസിറ്റിയാണ്, അത്യാവശ്യമായതുകൊണ്ട് ഇപ്പൊ അതൊന്നും അങ്ങനെ ആരും ചെയ്യുന്നില്ല. ബുദ്ധിപൂർവ്വമാണ് ആളുകൾ കളിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. അടുത്തത് എന്താ?
ഡിസ്ചാർജ്, ഡിസ്മിസൽ. കേട്ടോ, ഡിസ്മിസ് ചെയ്തിരിക്കാമെന്ന് കേട്ടോ നിങ്ങള്. ഡിസ്മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെർമനന്റ് ആയിട്ട്, അതായത് ഒരു പെർമനന്റ് ടെർമിനേഷൻ ഫ്രം ദ സർവീസ് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ അയാളുടെ സേവനത്തിൽ നിന്ന് പെർമനന്റ് ആയിട്ട് എന്നേക്കുമായിട്ട് നീക്കം ചെയ്തു. എവിടെ നിന്ന്? പേറോളിൽ നിന്ന്. എന്തായിരിക്കാം കാരണം? ഡ്യൂ ടു ദ വയലേഷൻ ഓഫ് റൂൾസ് ആകാം. അവിടുത്തെ ചില രീതിയും ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടുത്തേതായ രീതിയും നിയമങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് നമ്മൾ ഫോളോ ചെയ്യണ്ടേ. അപ്പൊ ചിലപ്പോ അത് പാലിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആളിൽ നിന്ന് ഒരു റിസൾട്ട് ഇല്ല, ഇൻസഫിഷ്യന്റ് പെർഫോമൻസ്, നമ്മൾ ഉദ്ദേശിച്ച പെർഫോമൻസ് ആ ആളില് നമുക്ക് കാണുന്നില്ല, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും കാരണങ്ങളാല് എന്നേക്കുമായിട്ട് പേറോളിൽ നിന്നും ഒരു എംപ്ലോയിയുടെ സേവനം നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ചാർജ് ഓർ ഡിസ്മിസൽ. ക്ലിയർ ആണോ? മനസ്സിലായ? റെസിഗ്നേഷൻ, ഡിസ്മിസൽ രണ്ടെണ്ണമാണ് സെപ്പറേഷൻസിൽ. ഇപ്പൊ രണ്ട് തരത്തിലുള്ള സെപ്പറേഷൻ ആണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, തേർഡ് വൺ ഈസ് സസ്പെൻഷൻ. അതും കേട്ടിട്ടുണ്ടല്ലോ, സസ്പെൻഷൻ, സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സ്ഥിരം നമ്മള് ഈ സസ്പെൻഷൻ കേൾക്കുന്നത് വേറെ എവിടെയല്ല, സ്കൂളുകളിലാണ്. കുട്ടികള് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ചെയ്യുമ്പോ ചിലപ്പോ അങ്ങോട്ട് ഇടിപിടി കൂടും അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോ എന്താ പറയാ, മാനേജ്മെന്റിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് കുട്ടിക്ക് അവർ സസ്പെൻഡ് ചെയ്താണ് വീട്ടിലിരിക്കട്ടെ എന്ന് പറയും, പഠിക്കാൻ വിടണ്ടെന്ന് പറയും അല്ലെ. കാരണം പിള്ളേര് പിന്നെയും കണ്ടു കഴിയുമ്പോ എങ്ങനെയൊക്കെ ആവും പറഞ്ഞത്. കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഇരുന്ന് കഴിയുമ്പോ മൈൻഡൊക്കെ മാറും. അപ്പൊ ആ ഒരു മൂഡിലൊക്കെ അല്ലെ മാറി ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ചില നിയമങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമൊക്കെ വരും. അവിടെയാണ് ഇപ്പൊ കൂടുതൽ ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുന്നത് അല്ലെ. സസ്പെൻഷൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതും ഒരു ഹ്യൂമൻ റിസോഴ്സ് ആക്ഷൻ ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാർ എടുക്കുന്ന ഒരു തീരുമാനം. അവര് എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഒക്കെ എന്താ പറയാ കുറച്ച് നാളത്തേക്ക്, അതായത് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക്, കുറച്ച് നാളത്തേക്കുള്ളൂ. ചിലപ്പോ ഒരാഴ്ച ആകാം, ചിലപ്പോ രണ്ടാഴ്ച, അല്ലെങ്കിൽ മന്ത് ആകാം, ചിലപ്പോ ഒരു വർഷമൊക്കെ നീണ്ടുന്ന സസ്പെൻഷൻ ഒക്കെ കേട്ടാ. അതിന്റെ പേയ്മെന്റ് ഒന്നുമില്ല, പേയ്മെന്റ് ഒന്നും ഇല്ലാതെ പേറോളിൽ നിന്ന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ടെർമിനേഷൻ ആണ്. പേറോളിൽ പറഞ്ഞാലും മാറ്റുന്നില്ല, താൽക്കാലികമായിട്ടാണ് സേവനം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരച്ചടക്ക ഒരു നടപടി എന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്കും കൂടി ഒരു എന്താ പറയാ വാണിംഗ് ആണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതായിരിക്കും അവസ്ഥ എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാണിംഗ് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ സസ്പെൻഷൻ. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ മുതലായിട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴേ ഉള്ളിലേക്കോ എന്നുള്ളൊരു വാണിംഗ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും, മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ വലിയ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നടപടികളോ ഒന്നും സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത് വരുന്ന എംപ്ലോയീസും സെയിം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനും പ്രവർത്തിക്കാനും ഇടവരും. അത് ഒരുപാട് എന്ത് പറ്റും, ഓർഗനൈസേഷൻ അതിന്റെ എന്താ പറയാ നെഗറ്റീവ് ഇമേജിലേക്ക് ആയിരിക്കും പോകുക അല്ലെ, ഭയങ്കര ഉഴപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരം തീരുമാനങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു, സസ്പെൻഷൻ ഒക്കെ എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. Suspension refers to an HR-related action. Human-related action ആണ് in which the employee is terminated for a specific period of time. മറ്റേത് ഡിസ്മിസൽ അല്ല, സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഒന്നുമില്ല. നന്നായിട്ട് പേരോടെ റിമൂവ് ചെയ്തിരിക്കുക. ഇത് സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ആണ്. അതിൽ വിത്തൗട്ട് പേയ്മെന്റ് ഒന്നും ആ ഒരു സമയത്ത് കിട്ടില്ല. എത്ര ദിവസമാണോ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത്രയും ദിവസത്തേക്ക് പേയ്മെന്റ് കട്ടാണ്. അതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. ക്ലിയർ ആണോ? സസ്പെൻഷൻ മനസ്സിലായല്ലോ. ആൻഡ് ലാസ്റ്റ് സെപ്പറേഷൻ ആണ് ലേ ഓഫ്. ലേ ഓഫ് കേട്ടിട്ടുണ്ടോ? ലേ ഓഫ് ഇത് ഒരു ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ ഓഫ് എൻ എംപ്ലോയി ഫ്രം ദ പേറോൾ ആണ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ഇല്ല. തൊട്ട് മുന്നിൽ നമ്മൾ സസ്പെൻഷൻ പറഞ്ഞില്ലേ, ഒരു സ്പെസിഫിക് പീരീഡ് പറയോ ഒരു നേരത്തെ കൂട്ടി ഇത്ര ആഴ്ചത്തേക്ക് നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ഡേയ്സിലേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ 1 ഇയറിലേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒക്കെ ഇതൊക്കെ പറയും. കൃത്യമായ ഒരു ടൈം പീരീഡ് സസ്പെൻഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ലേ ഓഫില് ഇറ്റ് വിൽ നോട്ട് ബി മെൻഷൻഡ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കാണ് നിന്നെ മാറ്റുന്നത് എന്ന് പറഞ്ഞില്ല. ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ ആണ്. കൃത്യമായി സമയമില്ല. അപ്പൊ കുറച്ച് നാളത്തേക്ക് ആണോ, അത് ഓർഗനൈസേഷന്റെ തീരുമാനമാണ്. എന്തുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ, അതായത് ചില സാഹചര്യങ്ങളിൽ ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ ദ എംപ്ലോയർ എക്സെപ്റ്റ് ടെർമിനേറ്റിംഗ് ദ സർവീസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി. എന്നുവെച്ചാൽ അവർക്ക് എംപ്ലോയർക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പകരം ഇയാളെ കുറച്ച് നാട്ടിൽ അവിടെ മാറ്റി നിർത്തുക, അകറ്റി നിർത്തുക. എന്തിനേയും കാരണമാകാം. ചിലപ്പോൾ ചില ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നതുകൊണ്ടാകാം, സാമ്പത്തിക നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്നു.
കാരണം ആ എംപ്ലോയിനെ മാറ്റിയാലും അത് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഓർഗനൈസേഷൻ സാധാരണ രീതിയിൽ പൊക്കോളും. ആ ആളുടെ സേവനമില്ലായെങ്കിൽ നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും തർക്കമില്ലാത്ത രീതിയിൽ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആ എംപ്ലോയിക്ക് സാലറി കൊണ്ട് ആളെ നിർത്തുന്ന തൽക്കാലത്തേക്ക് ഇന്ന് മാറിയിട്ട് കുറച്ച് കഴിയുമ്പോ പറയാം സമയം പറയുന്നില്ല, പക്ഷെ വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എംപ്ലോയർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോ പല കാരണങ്ങൾ കൊണ്ടാകാം എയറോളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ചില എംപ്ലോയീസിന്റെ പേരുകൾ മാറ്റുന്നു അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നു ഫോർ എ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ആണ്. സമയം എടുത്ത് പറയുന്നില്ല. ഓക്കെ, ഇനി ഇതെന്ത് വേണ്ടിയിട്ട് ഇങ്ങനെ ലേ ഓഫ് ചെയ്യുന്നത്? ടു ലെസൺ ദ ഫിനാൻഷ്യൽ ബർഡൻ, ഓർഗനൈസേഷന്റെ സാമ്പത്തിക എന്താ പറയാ ബാധ്യതകൾ ബർഡൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നഷ്ടമാണ് ഈ ഒരു ആളിവിടെ ജോലി ചെയ്യുന്നതും ചെയ്യാത്തതും വലിയ കുഴപ്പമില്ല, കാര്യമില്ലാത്ത കാര്യമാണ്. എന്നുവെച്ചാൽ വെറുതെ വെള്ളത്തിൽ വരാൻ പറയുന്ന പോലെ എന്നുവെച്ചാൽ ആളുടെ സേവനം കൊണ്ട് ഇവിടെ നമുക്ക് അധികം ഒന്നും കിട്ടുന്നില്ല, ഒന്നുമില്ല, ഒരു ഇഫക്റ്റ് ഇല്ല, ഇവിടെ ഒരു റിസൾട്ട് ഇല്ല. ആരെ മാറ്റിയാലും എന്താണ് വേറെ കുഴപ്പമൊന്നുമില്ല, അതേ രീതിയിൽ തന്നെ പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ലേ ഓഫ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസിൽ നിന്ന് ചില എംപ്ലോയീസിനെ മാറ്റുന്നത്. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള എംപ്ലോയീസിനെ പ്രോപ്പർ ആയിട്ട് ഇത് യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട്. മനസ്സിലായി? ഇപ്പൊ 10 ആളും കൂടി ചെയ്യേണ്ട ജോലി ഇല്ല. ശരിക്കും പറഞ്ഞാൽ 10 ആൾക്ക് ജോലി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ നമ്മളത് എടുത്തപ്പോ അങ്ങനെ വിചാരിച്ചു ഇത്രയും പേർക്ക് എന്താ പറയാ ചെയ്താലാണ് അത് കംപ്ലീറ്റ് ആകാറ്. പക്ഷെ നമ്മൾ പെർഫോം ചെയ്ത് വരുമ്പോഴാണ് ചില എംപ്ലോയീസ് വളരെ എന്താ പറയാ പാഷനോടുകൂടി, വളരെ എന്താ പറയാ സന്തോഷത്തോടുകൂടി, വളരെ ഉത്സാഹത്തോടുകൂടി ചില ജോലികൾ ചെയ്യുമ്പോൾ അത് വളരെ നല്ലൊരു റിസൾട്ട് വരും. അപ്പൊ ഈ 10 ആളുടെ ജോലി എന്ന് പറയുന്നത് ചിലപ്പോ ഒരു 6 ആൾ വേറെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇതേ രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പൊ പിന്നെ 4 പേർക്ക് വൈ ഷുഡ് ബി പേ ദ സാലറി, അവർക്ക് 4 പേർക്ക് വേറെ നമ്മൾ എക്സ്ട്രാ സാലറി എന്തിനു കൊടുക്കണം? 6 പേര് വന്നില്ലേ, 6 പേര് ചെയ്താലും 10 പേര് ചെയ്യുമ്പോൾ അത്രയും റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ 4 പേര് നമുക്ക് ഒഴിവാക്കാമല്ലോ, പെർഫോമൻസ് അധികം ഇല്ലാത്തവരെ. മനസ്സിലായോ? അത്തരം ഫിനാൻഷ്യൽ ബർഡന് എന്താ പറയാ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ലേ ഓഫ് എന്ന് പറയുന്ന പ്രക്രിയയും എന്ത് ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുക്കുന്നത്. ക്ലിയർ ആയോ? സെപ്പറേഷൻസ് 4 രീതിയിലാണ്. 4 ഏതൊക്കെയാ? ഒന്ന് വോളണ്ടറി ടെർമിനേഷൻ ആണ്, സ്വന്തമായിട്ട് എംപ്ലോയി വേണ്ടാന്ന് വെക്കുന്നു. റെസിഗ്നേഷൻ എന്ന് പറയുന്നതിന് ഡിസ്ചാർജ് ഓർ ഡിസ്മിസൽ, അത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ടെർമിനേഷൻ ഓഫ് സർവീസ് ആണ്. പേരോളിൽ നിന്ന് ഒരാളെ മുഴുവനായിട്ട് എംപ്ലോയറെ നീക്കം ചെയ്യുന്നു. സസ്പെൻഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് വേണ്ടി മാത്രം ആളെ മാറ്റി നിർത്തുന്നു. ലേ ഓഫ് എന്ന് പറയുന്നത് വിച്ച് കനോട്ട് ബി കൺട്രോൾഡ് ബൈ ദ എംപ്ലോയർ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബർഡൻസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട് ഒരു എംപ്ലോയറെ കുറച്ച് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം കേട്ടോ, ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ലേ ഓഫ് എന്ന് വിളിക്കുന്നത്. 4 ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? 4 എന്താ പറയാ സെപ്പറേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ നന്നായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിൽ നമുക്ക് ജനറലൈസ് ചെയ്യാനൊന്നുമില്ല, ആ 4 അങ്ങനെ തന്നെ പഠിക്കണം. മനസ്സിലായില്ലേ? പോയിക്കോട്ടെ അടുത്ത ടോപ്പിക്കിലേക്ക്. പറയാളെ അടുത്തത് എംപ്ലോയി ട്രെയിനിങ് ആണ്. വൈ ഷുഡ് ദ എംപ്ലോയീസ് ഗിവൺ പ്രോപ്പർ ട്രെയിനിങ്? എന്തിനാണ് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണേ? ട്രെയിനിങ് വേണോ? തീർച്ചയായിട്ടും വേണം. ഒരു ന്യൂലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഒരു എംപ്ലോയി ആണെങ്കിൽ ആവശ്യമാണ്, തീർച്ചയായിട്ടും അത്യാവശ്യമാണ് ട്രെയിനിങ്. ന്യൂലി ജോലിക്ക് വേണ്ടി കയറുന്നവർക്ക്. കൂടാതെ ഒരു റണ്ണിങ് ഓർഗനൈസേഷനിൽ നിലവിൽ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എംപ്ലോയിക്കും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? അതായത് ചിലപ്പോൾ ചില എംപ്ലോയീസിന്റെ ജോലിയൊക്കെ ഇങ്ങനെ താഴേക്ക് പോകുന്നു, പെർഫോമൻസ് ഡൗൺ ആകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ അവരെ കുറച്ചും കൂടി കൂടുതൽ എന്താ പറയാ അവർക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ് ആണ്. അതായത് ഒരു പഠിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. അത് കുറെ പ്രോഗ്രാമുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടി ഓർഗനൈസേഷനിൽ അതെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും, നമ്മുടെ ജോലി ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു ടീച്ചിങ് ജോലിയാണ്. അപ്പൊ ടീച്ചർ എന്താ ചെയ്യണ്ടേ? അപ്പൊ ട്രെയിനിങ് വരുന്നു, ടീച്ചർ എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഇതോടെ ഓൺലൈൻ ക്ലാസ് ആണ്. നമുക്ക് ഇന്ന ടോപ്പിക്കുകൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആണ്. അപ്പൊ ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതൊരു സ്ട്രക്ചറാണ്, ഒരു പ്രോഗ്രാമിന്റെ ബിഹേവിയർ ആണ്. ആൾക്ക് ഇതൊക്കെ അല്ലാതെ ഓടി നമ്മുടെ സ്കൂളിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് പോലെ ഓടി വന്ന് ആ രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റില്ല. അതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ ആകുമ്പോൾ
ഓഫ്ലൈൻ ക്ലാസ് അല്ലേ, കുറച്ച് നേരം പഠിപ്പിച്ചു, പിന്നെ കുട്ടികളോട് കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറിച്ച് അന്വേഷിക്കാം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു, വീണ്ടും നമുക്ക് എന്തെങ്കിലും പറയാം. ഇവിടെ അതില്ല. ഇവിടെ നമ്മൾ ആ എടുക്കുന്ന ടോപ്പിക്കിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ 1 മണിക്കൂർ ഇരുന്ന് എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളത് മനസ്സിലാക്കിച്ച് തരുന്നു. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനേ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പല കാര്യങ്ങളും 2-way കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്. കൂടുതലും ഇതിന്റെ റെക്കോർഡ് ക്ലാസ്സുകളാണ് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ആക്കിയത്. ഓക്കെ, എന്ന് വെച്ചാൽ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ഈ നമ്മളങ്ങോട്ട് കൊണ്ടേ ഈ എന്താ പറയാ നമ്മുടെ ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മള് സംസാരിക്കുമ്പോൾ ഇതിന്റെ എക്കോ പോലെ വരും. 2 സ്പീക്കർ ഒരുമിച്ച് ഓണാകുമ്പോൾ ഒരു എക്കോ വരും. ആ എക്കോ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കാണുന്നവരെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈനിൽ കൊടുത്ത് ക്ലാസ് എടുക്കുന്നത്. സോ അത് വളരെ എന്താ പറയാ ഇഫക്റ്റീവ് ആണ്. അപ്പൊ ഒരാൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ അത് മാത്രം ബുദ്ധിമുട്ടുള്ളൂ. ഒരാളുടെ ലിങ്കിന് ചിലപ്പോൾ തോന്നൂല്ലേ, തോന്നാറുണ്ടാ? അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതായത് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിങ് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത്, അതിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ അറിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുത്ത് അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ പാഠമാക്കിയെടുക്കുക. ദാറ്റ്സ് കോൾഡ് ട്രെയിനിങ്. അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് അവരുടെ അവിടുത്തെ റൂൾസ്, പ്രൊസീജിയേഴ്സ്, അവിടുത്തെ ബിഹേവിയർ, എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവ് ചെയ്യേണ്ടത്, അവിടുത്തെ നിയമങ്ങളും രീതികളൊക്കെ എന്താണ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് ടീച്ചേഴ്സ് എത്ര മണിക്കൂർ പറയണം അല്ലെ. 10:30 നമ്മളുടെ ക്ലാസ് നടക്കുമ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ 1:30 ക്ലാസ്. 1:30 ക്ലാസ്സിലെ ടീച്ചർ 1:35 ക്ലാസ് ടീച്ചർ ഒരു 1:25 ക്ലാസ്സിനകത്ത് കയറിയിരിക്കുക. അതായത് ക്ലാസ് റൂമിന് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ് റൂമിനകത്ത് കയറുക. കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചിലപ്പോൾ ജോയിൻ ചെയ്യുന്നത് 30-നും 35-നും 40-നും 45-നും വിടാൻ പോകുന്നതും ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികളിലായിരുന്നു. അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ടീച്ചർ പെർഫെക്റ്റ് ആകുക, ഫങ്ഷൻ ആകുക, ഇതൊക്കെ നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കും. സോ ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഓൾസോ ദ ബിഹേവിയർ, ഓർഗനൈസേഷന്റെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കാൻ ആര് പ്രാപ്തമാകുന്നു ഈ ട്രെയിനിങ് പീരീഡില്? എംപ്ലോയിക്ക് ആ ട്രെയിനിങ് പീരീഡിലാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ തോന്നുന്നത് അല്ലെ, പറ്റുന്നത്. ആൻഡ് ഓർഗനൈസേഷൻ എന്താ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് പെർഫോമൻസിനെ ടു ദർ ഡിസൈർഡ് പെർഫോമൻസിലേക്ക് കൊണ്ടുവരിക. അതായത് ഓരോ എംപ്ലോയിയും ഇപ്പൊ എങ്ങനെ ചെയ്യുന്നു അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി, ഞാൻ ഈ ടീച്ചറിൽ നിന്ന് അല്ലെങ്കിൽ ഈ സ്റ്റാഫിൽ നിന്നും ഇങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്, ഇതിനേക്കാൾ കുറച്ചുകൂടി അധികം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഡിസൈർഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ട്രെയിനിങ്ങിന്റെ മറ്റൊരു കാര്യമാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഓക്കെ, ഇതല്ല, ഇതിനേക്കാൾ കുറച്ചുകൂടി ലെവൽ കൂട്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗം തന്നെയാണ്. ട്രെയിനിങ്ങിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്താ? ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. എന്തിനാണ് ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത്? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എംപ്ലോയീസിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ കൂടുതൽ നല്ല റിസൾട്ട് കൊണ്ടുവരാനുള്ള ആളുകളാക്കി എംപ്ലോയീസിനെ മാറ്റുക. പിന്നെ ഓർഗനൈസേഷന്റെ ആ ഒരു ക്ലൈമറ്റ്, ഓർഗനൈസേഷന്റെ സിറ്റുവേഷൻസ്, അതിൽ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരിക. മാത്രമല്ല ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ എംപ്ലോയീസിന്റെ ഹെൽത്ത് സേഫ്റ്റി അത് ഇംപ്രൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രിവെൻഷൻ ഓഫ് പേഴ്സണൽ ഗ്രോത്ത്, അതായത് നമ്മളുടെ എന്താ പറയാ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യും. ഒബ്സോൾസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കാലഹരണപ്പെടൽ എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ അതായത് തീരുമാനം കാലഹരണപ്പെടലിനെ കൊണ്ട് അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചില എന്താ പറയാ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മൂല്യങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് തടയില്ല. ആ മൂല്യങ്ങൾ കുറഞ്ഞു പോകാതെ അതിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒക്കെ എന്തിനു സാധിക്കും? ട്രെയിനിങ്ങിന് സാധിക്കും. അപ്പൊ ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എന്താണ് ട്രെയിനിങ് എന്നുള്ളത്? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. Training is a process of learning a series of programmed behavior. Dash is a process of learning a series of programmed behavior. എന്ന് ചോദിച്ചാൽ അവിടെ ട്രെയിനിങ് എന്നാണ് എന്ന് നമ്മൾ അറിയണം. ഓക്കെ, അടുത്ത സെന്റൻസ്. It tries to refine their performance. It എന്ന് പറയുന്നത് ഇവിടെ എംപ്ലോയി ട്രെയിനിങ് ആണ് കേട്ടോ. എംപ്ലോയി ട്രെയിനിങ് tries to refine their performance on the current job
or make them ready for intended job. Intended means desired. ഇപ്പോഴത്തെ ജോബ് പെർഫോമൻസിനെ ഇന്റൻഡഡ് പെർഫോമൻസിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്താ പറയാ നമ്മുടെ എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ഇറ്റിനോട് എംപ്ലോയി ട്രെയിനിങ് എന്ന് ചേർത്ത് നമ്മൾ വായിക്കണം, പഠിക്കുന്നു. ഓക്കെ, ഇനി പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്തൊക്കെയാ? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, അപ്ഗ്രേഡ് ക്വാളിറ്റി ആൻഡ് ഓർഗനൈസേഷൻ ഫുൾഫിൽ ഇറ്റ്സ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. ഭാവിയിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള നീഡ്സ്, അതിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുക, അതൊക്കെ. പിന്നെ ഇംപ്രൂവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഒബ്സർവൻസ് പ്രിവെൻഷൻ ഫോർ പേഴ്സണൽ ഗ്രോത്ത്. അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത്, വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ, മൂല്യങ്ങൾ താഴെ പോകുമ്പോൾ അതിനെയൊക്കെ എന്താ പറയാ തടയുക. ഇതൊക്കെ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പർപ്പസ് ആണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് എന്നുള്ളത്. ചെയ്തോ? യെസ്. അപ്പൊ നമ്മള് ഇന്ന് പഠിച്ചത് അടുത്ത പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ തീരില്ല. നമ്മൾ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. അപ്പൊ നമ്മൾ എവിടെ പഠിച്ചിരുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഇന്റർവ്യൂ എന്താണ്, അതിന്റെ 2 ഡെഫിനിഷൻ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ സെന്റൻസും വേറൊരു വലിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഇന്റർവ്യൂ ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ്, പ്രൊമോഷൻ, ഡിമോഷൻ, ട്രാൻസ്ഫർ, ഈ 3 ഇമ്പോർട്ടന്റ് ടേംസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് സെപ്പറേഷൻസ് ആണ്. സെപ്പറേഷൻസ് 4 രീതിയിൽ അതെന്താണെന്ന് പറഞ്ഞു. എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ കണ്ടു. ഈ എംപ്ലോയി ട്രെയിനിങ്ങിൽ ഇവിടെ ഇരിക്കുന്ന സ്റ്റെപ്സ് ആണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് അടുത്ത ദിവസം ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം അതായത് കറക്റ്റ് ഓർഡറിൽ സീക്വൻസിൽ തന്നെ പോയേക്കണേ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ 2 പോയിന്റ് പറഞ്ഞു. ബാക്കി അടുത്തത് പറയുമ്പോൾ അതിന് ഒരു ഓർഡർ, സീക്വൻഷ്യൽ ഓർഡർ കിട്ടില്ല. അതുകൊണ്ട് അവിടെ നിർത്താണ്. എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുന്ന ഭാഗം വരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ട് ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, സോ ടീച്ചർ പറഞ്ഞു അടുത്തത് പോകരുത്. ടീച്ചർക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ട്. പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് വരണ്ടേ 2 മിനിറ്റ് തുറന്ന് കടന്ന് 4-5 മിനിറ്റ് ടീച്ചറിനേത് ഞാൻ എടുക്കേണ്ടി വരും. സോ അത് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.